കേരളം നിരവധി കലാരൂപങ്ങൾ കൊണ്ട് സമൃദ്ധവും സമ്പന്നവുമായ കേരളത്തിലെ ഈ കലാരൂപത്തിന്റെ പേരെന്ത് എന്നാണ് ചോദ്യം. Which is this art form? Next please. ഈ ഗാനം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഞാൻ ഈ ചോദ്യം ചോദിക്കാൻ കാരണം നമ്മുടെ നാട്ടിൻ്റെ സാഹിത്യ സാംസ്കാരിക കലാ പുരോഗമന ചിന്താ നവോത്ഥാനങ്ങളൊക്കെ നടത്തിയതിന് പിന്നിൽ ഒരുപാട് പേരുണ്ട്, ഒരുപാട് എഴുത്തുകാരുണ്ട്, ഒരുപാട് സാംസ്കാരിക വ്യക്തിത്വങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് 20-ാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതിയിൽ ഏറ്റവും വലിയ സാംസ്കാരിക നവോത്ഥാന നായകനാരെന്ന് ചോദിച്ചാൽ ഒരാളിന്റെ പേര് ഓർമ്മ വരും. കാരണം അക്ഷരം അറിയാത്തവരുടെ അരികിലേക്ക് ചിന്തയും സാഹിത്യവും പുരോഗമന ബോധവുമെല്ലാം എത്തിക്കാൻ കഴിഞ്ഞ ഒരു നവോത്ഥാന നായകൻ, വായിച്ചവരുടെ അല്ല, വായിക്കാൻ അറിയാത്തവരുടെ പോലും മനസ്സിലേക്ക്. അദ്ദേഹമാണ് ഈ ഗാനമുള്ള പല്ലാങ്കുഴി എന്ന ചലച്ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചത്. മലയാളിയുള്ള കാലത്തോളം മറക്കാൻ കഴിയാത്ത ആ സാംസ്കാരിക നായകനാര് ഈ ഗാനമുള്ള പല്ലാങ്കുഴി എന്ന ചലച്ചിത്രത്തിൽ ഈ ഗാനരംഗത്ത് മാത്രമല്ല സിനിമയിലുടനീളം അഭിനയിച്ച അതിലെ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച കേരളത്തിന്റെ സാംസ്കാരിക നവോത്ഥാന നായകൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന ആ ശില്പി, ആ കലാശില്പി ആര്? നെക്സ്റ്റ്. ശ്രീ സുരേന്ദ്രൻ കൂട്ടായി ഇവിടെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് വേദിയിലേക്ക് വരണം. ശ്രീ സുരേന്ദ്രൻ കൂട്ടായി, ശ്രീ സുരേന്ദ്രൻ കൂട്ടായി ഓടി വരും. താങ്കളെ കുറിച്ചാണ് അടുത്ത ചോദ്യം. എന്നെ ഈ പ്രോഗ്രാമിലേക്ക് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ക്ഷണിച്ചത് ഇതിന്റെ സംഘാടക സമിതിയുടെ കൺവീനറായ ശ്രീ സുരേന്ദ്രൻ കൂട്ടായിയാണ്. അപ്പം മൂപ്പർ എന്നോട് പറഞ്ഞു, മൂപ്പരെ കുറിച്ചൊന്നും ഇവിടെ പറഞ്ഞു കളയരുത് എന്ന് പറഞ്ഞെങ്കിലും ചോദ്യം ചോദിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. വരൂ ശ്രീ കൂട്ടായി. നമ്മൾ തമ്മിൽ ഒരുപാട് കാലത്തെ പഴക്കമുണ്ട്, ബന്ധമുണ്ട്, അടുപ്പമുണ്ട്. ചോദ്യം ശ്രദ്ധിച്ച് കേട്ടോളൂ. ശ്രീ സുരേന്ദ്രൻ കൂട്ടായിയും ഞാനും തമ്മിൽ ഉള്ളിൽ ആ കുഴിയുടെ അടിത്തട്ടിലേക്ക്, ഏറ്റവും അടിത്തട്ടിലേക്ക് ആ കോയിൻ വീഴുകയും ചെയ്തു. ആ നിമിഷത്തിലാണ് താങ്കളെ പിറകിൽ നിന്ന് ആരോ തല്ലിയത്, അല്ലേ? പിറകിൽ നിന്ന് ഒരാൾ തല്ലി ശ്രീ സുരേന്ദ്രനെ. അദ്ദേഹം തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു കരടി, ഒരു ഒന്നാം തരം കരടി. ചോദ്യം വളരെ ലളിതം. ശ്രീ സുരേന്ദ്രൻ കുട്ടായിയെ തല്ലിയ ആ കരടിയുടെ നിറം എന്ത്? ചുവപ്പ്, പച്ച, മഞ്ഞ, എന്തും എഴുതാം. കരടിയുടെ നിറം എന്തെന്ന് നമുക്കറിയാമല്ലോ. ശ്രീ സുരേന്ദ്രൻ കുട്ടായിയെ തല്ലിയ ആ കരടിയുടെ നിറം എന്ത്? താങ്ക് യു ശ്രീ സുരേന്ദ്രൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എത്രയോ വർഷക്കാലം, ഒരുപക്ഷേ മരണം വരെയും ഞാൻ കുറിച്ചിടുന്ന ഒരു പേരാണ് ഈ സിനിമയുടേത്. നമ്മുടെ എല്ലാവരുടെയും മനസ്സിന്റെ ഡയറി കുറിപ്പുകളിൽ ഈ സിനിമയുടെ പേരെന്ത്? നെക്സ്റ്റ്. പതിനഞ്ച് ചോദ്യങ്ങൾ കഴിഞ്ഞോ? ആ, എന്നാ പിന്നെ 16-ാമതൊരു ചോദ്യം. എന്താ 14 കഴിഞ്ഞുള്ളൂ? 15-ാമത്താണോ ചോദിക്കേണ്ടത്? 16-ാമത്തേത്. 15 ചോദ്യങ്ങൾ ഞാൻ ചോദിച്ചു. 16-ാമത്തെ ചോദ്യം ഇതാ. 16-ാമത്തെ ചോദ്യം 14 ആയുള്ളൂ. നോക്കാം എത്രാമത്തേതാണ്. വിഷ്ണു, ടേക്ക് യുവർ മൈക്ക് ആൻഡ് സേ 15 ഓവർ. 16-ാമത്തെ ചോദ്യം. 16 കഴിഞ്ഞു. ഓ, ചോദ്യം എഴുതാൻ പാടില്ല. ചോദ്യം ആരെങ്കിലും എഴുതുന്നത് കണ്ടാൽ അടുത്തിരിക്കുന്ന ആൾ അപ്പം തന്നെ പറയുക. മനക്കണക്ക. റെഡി? ചോദിക്കട്ടെ. 1. ചോദ്യം എഴുതണ്ട. ഇത് ആ പച്ച ഉടുപ്പിട്ട കണ്ണാടി വെച്ച സുഹൃത്ത്. ചോദ്യം എഴുതണ്ട. സ്കോർ ഹൗസ് മാത്രം എഴുതിയാൽ മതി. 1. റെഡി? ഹിയർ കംസ് യുവർ ക്വസ്റ്റ്യൻ. 1 + 1 + 1 -1 + 1 -1 into 1 + 1 -1 -1 + 1 + 1 and +1. എന്റെ ചോദ്യം, ഞാൻ എത്ര തവണയാണ് പ്ലസ് എന്ന വാക്ക് പറഞ്ഞത്? How many times I said the word plus? Please stop writing. നിങ്ങൾക്ക് ഈ ഉത്തരങ്ങൾ എഴുതിയത് നിർത്താം. നിങ്ങളുടെ ആൻസർ ഷീറ്റുകളൊക്കെ ഇപ്പോൾ തന്നെ വോളണ്ടിയേഴ്സ് സ്വന്തമാക്കും.
ആൻഡ് നിങ്ങൾക്ക് ഇതിന്റെ ഉത്തരങ്ങൾ കേൾക്കണ്ടേ? അതിപ്പോ തന്നെ ഞാൻ പറയാം. നിങ്ങൾ പെട്ടെന്ന് ആൻസർ ഷീറ്റുകളും കൊടുത്താൽ മതി. പ്ലീസ് കളക്ട് ദ ആൻസർ ഷീറ്റ്സ് വിതൗട്ട് എനി ഫർദർ ഡിലേ. ആ ചോദ്യം ആരെങ്കിലും എഴുതിയെടുത്തെങ്കിൽ തരൂ. ഓഡിയൻസ് ഒരു സംശയം നിങ്ങളോടാണ്, പിറകിലുള്ളവരോടാണ്. എനിക്ക് ക്ഷമിക്കുക, മുന്നിലിരിക്കുന്നവരെക്കാൾ കൂടുതൽ പിറകിലുള്ളവരോടാണ് ഇഷ്ടം. വരിയിൽ ഏറ്റവും അവസാനം നിൽക്കുന്നവന്റെ ആഹ്ലാദം ഉറപ്പുവരുത്തുക എന്നതാണ് കേളിയടക്കമുള്ള ഏതു മാനവിക കൂട്ടായ്മയുടെയും ലക്ഷ്യമെന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാകാം. ഞാനേ ഈ പ്രിലിമിനറി കഴിഞ്ഞിട്ട് ഇതിന്റെ ഉത്സവം തുടങ്ങുമല്ലോ, 6 പേരുടെ ഗ്രാൻഡ് ഫിനാലെ. ഐ പ്രോമിസ് യു എ വണ്ടർഫുൾ ഇവന്റ്. അത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു വളരെ വ്യത്യസ്തമായ, നിങ്ങൾ കൂടി പങ്കെടുക്കുന്ന ഒരു ഇവന്റ് ആകും. ആ സമയത്ത് പലപ്പോഴും ഈ വേദി അവർക്ക് മാത്രം വിട്ടുകൊടുത്തിട്ട് ചോദ്യം ചോദിക്കാൻ ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നോട്ടെ ഏറ്റവും പിറകിൽ. ആൻസർ ഷീറ്റ് കളക്ട് ചെയ്ത് കഴിഞ്ഞോ? അപ്പൊ ഈ ഉത്തരം കേൾക്കുമ്പോൾ ചോദ്യം ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലാപ്പ് ചെയ്യാം. കാരണം ചോദ്യം ആർക്കെങ്കിലും പ്രയാസമാണെന്ന് തോന്നിയെങ്കിൽ ഞാൻ ഉറപ്പ് പറയുന്നു, ഉത്തരങ്ങളൊക്കെ വളരെ എളുപ്പമുള്ളതാണ്. ശ്രീ ഷൈജു പച്ച, വലിയ പ്രയാസം ഉണ്ടായിരുന്നോ? ഉണ്ടോ? ഷിജു പച്ചക്ക് ഇത്ര ഫാൻസാ? ഒന്ന് വന്നേ, ഓടി വന്ന ഒരു ചോദ്യം. ഓടി വരും ഷിജു, ഓടി വന്ന ഒരു കാര്യം പറയട്ടെ. അതെ, ഓഡിയൻസിനോടുള്ള ചോദ്യമാണ്. ഉത്തരം പറയുന്ന ആളുടെ സമ്മാനമുണ്ട്. ഓഡിയൻസിനോടൊരു ചോദ്യമാണ്. അത് ലോകത്തിലെ ഏറ്റവും മധുരമുള്ള ഒന്നിനെ കുറിച്ചുള്ള പഠനത്തിന്റെ പേരാണ് ഫിലമെറ്റോളജി. വളരെ മധുരമുള്ള, കാണണ്ടേ? ലോകത്തിലെ ഏറ്റവും മധുരമുള്ള ഒന്നിനെ കുറിച്ചുള്ള പഠനമാണ് ഷിജു. കണ്ടപ്പോ തരണമെന്ന് വിചാരിച്ചതാ. ചുംബനത്തെ കുറിച്ചുള്ള പഠനമാണ് ഫിലമെറ്റോളജി. താങ്ക് യു ഷിജു. ആ ക്വസ്റ്റ്യൻസ് പ്ലീസ്. ആ ചോദ്യങ്ങളൊന്ന് തരാമോ? ചോദ്യങ്ങൾ ആരെങ്കിലും എഴുതിയെങ്കിൽ തരാമോ? ഇല്ലെങ്കിൽ വേണ്ട, ഞാൻ ഓർമ്മയില്ലെന്ന് പറയാം. ഒന്നാമത് ഞാൻ ചോദിച്ച ചോദ്യം 1917 മെയ് 30 പറവൂരിനടുത്തുള്ള ചെറായിയിൽ നടത്തിയ ഉജ്ജ്വലമായ സാമൂഹ്യ പ്രവർത്തനം നടത്തിയ ആ മനുഷ്യനാണ് മാവേലി നാടവാണിയിടും കാലം എന്ന നമ്മുടെ സ്വന്തം പാട്ട് എഴുതിയത് എന്നാണ്. അതാര് എന്നാണ് ചോദ്യം. ആ ചോദ്യം വളരെ ലളിതമായ ചോദ്യമാണ്. ആ സാമൂഹ്യ ഇത് മതി, ഒരു പേപ്പർ മതി, ഒരു ചോദ്യം മതി. ആ സാമൂഹ്യ നവോത്ഥാന പ്രവർത്തനം പന്തിഭോജനം അല്ലെങ്കിൽ മിശ്രഭോജനമായിരുന്നു. സഹോദരൻ അയ്യപ്പനാണ് ഇതെഴുതിയത്. സഹോദരൻ അയ്യപ്പൻ. രണ്ടാമത്തെ ചോദ്യം, ഈ പാട്ടിൽ ശബ്ദത്തിന്റെ ഉടമ മലബാറുകാരൻ കോഴിക്കോടുകാരനൊന്നും ഞാൻ പറഞ്ഞില്ല. മലബാറിലൊക്കെ വന്നു മലയാളികളെ ആവേശഭരിതനാക്കി എന്ന് പറഞ്ഞ ആ ശബ്ദ, ആ പാട്ട് ഒരിക്കൽ കൂടെ കേൾക്കാം. ഈ 1 2 യെസ്, കൈ ഉയർത്തി താങ്കൾ. എത്ര എണ്ണമുണ്ട്? 1. ഇതിൽ മുട്ടയിടാത്ത പക്ഷി ഒരെണ്ണം ഉണ്ടോ? ഏതാ? മയില് മുട്ട ഇടില്ലേ? ഇടും. എന്താ പേര്? നിബുഞ്ഞ്. എന്നൊരു കാര്യം പറയട്ടെ, താടിയിൽ എന്താ സംഭവം? തേനീച്ചക്കൂടാ? ശ്രീ ഉമർ അലി അക്ബർ, ശ്രീ യു രാജേഷ്, നിങ്ങൾക്ക് രണ്ടുപേർക്കും മടങ്ങി പോവാം. ലോകത്തിൽ എല്ലാ പാരറ്റും മുട്ടയിടും, എല്ലാ ക്രോയും മുട്ടയിടും, എല്ലാ ഓസ്ട്രിച്ചും മുട്ടയിടും. ചരിത്രത്തിൽ ഇതുവരെ ഒരു പീകോക്കും മുട്ടയിട്ടിട്ടില്ല. പീ ഹെന്നെ മുട്ടയിട്ടിട്ടുള്ളൂ, പീ ഫൗളെ മുട്ടയിട്ടിട്ടുള്ളൂ. പീകോക്ക് എന്നാൽ ആൺമയിൽ എന്ന് തന്നെയാണ് അർത്ഥം. ശരിയായ ഉത്തരമാണ് നിബു. ദാറ്റ് ഈസ് യുവർ സീറ്റ്. ഇത് ദൃശ്യവൽക്കരിക്കപ്പെടുകയാണെങ്കിൽ ലോകത്തിൽ എന്നെ കേൾക്കുന്ന എല്ലാ പ്രേക്ഷകരോടും ഒരു വ്യക്തി അഭിപ്രായം പറയുന്നു. പലപ്പോഴായി 50 വയസ്സായി. 10-25 വർഷമായി ഈ വൈജ്ഞാനിക പ്രക്രിയ നടത്തുകയാണ്, ഇന്ത്യക്കകത്തും പുറത്തും. വിശ്വപ്രശസ്തമായ നിരവധി ക്വിസ് മത്സരങ്ങൾ നടത്താറുണ്ട്. അടുത്ത ആഴ്ച ബഹ്റിനിലുണ്ട് ഒരു ഇന്റർനാഷണൽ ക്വിസ്. കേരളത്തിലെ എല്ലാ